നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഹോർമൂസ് കടലിടുക്ക്. അത് അടച്ചിരിക്കുകയാണ്. വ്യാപാര വിനിമയം, പ്രത്യേകിച്ചും എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഗൾഫ് നാടുകളെ ലോക രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി, അതാണ് പരിപൂർണമായി ഇറാന്റെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ളത്. അത് ഷട്ടറിട്ടിരിക്കുകയാണ്. ഇറാൻ ഇനി കനിയണം ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാവാൻ എന്നത് തന്നെയാണ് വ്യക്തം. അങ്ങനെ വരുമ്പോൾ ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും വാണം പോലെ കുതിച്ചുയരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇറാൻ ഈ ചെയ്യുന്നത് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ്. സെൽഫ് ഡിഫെൻസീവ് മെക്കാനിസമാണ് അവർ അവലംബിക്കുന്നത്. അവർക്കിനി മറ്റൊരു ഓപ്ഷൻ കൂടിയുള്ളത് ചബഹാർ തുറമുഖമാണ്. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ആ തുറമുഖം പൂർണ്ണമായി അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയാൽ അത് റഷ്യ ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് സംഭവിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഇറാനുമായി ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രിയും ഇറാൻ വിദേശകാര്യ മന്ത്രിയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ടെലിഫോൺ സംഭാഷണം ഇതിനോടകം തന്നെ ഇറാൻ ഭരണാധികാരിയായ ഖമനേയിയുമായി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയും റഷ്യയും. കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇറാനാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധ സാഹചര്യത്തിലും വ്യോമപാത തുറന്നുകൊടുത്ത് ഇറാനിൻ്റെ ഔദ്യോഗിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് ആളുകളെ തിരികെ കൊണ്ടുവന്ന്, ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിൽ അവർ ഒരു മടിയും കാണിച്ചില്ല എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമായി തന്നെ കണക്കാക്കണം. ഇസ്രയേൽ ഇത്രയും വലിയ കടന്നാക്രമണം നടത്തിയിട്ടും ഇറാന് കുലുക്കമില്ല എന്നുള്ളത് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. യൂറോപ്യൻ യൂണിയനെ പരിപൂർണമായി അത്ഭുതപ്പെടുത്തുകയാണ്. അവർ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയധികം ചെറുത്തുനിൽപ്പ് ഒറ്റയ്ക്ക് ഇറാൻ കൈവരിക്കുമെന്ന്. അതിൻ്റെ കൂടെ റഷ്യൻ ഭരണകൂടത്തിൻ്റെ കൂടി പിന്തുണയായാൽ പിന്നെ പറയുകയേ വേണ്ട. റഷ്യ ഒന്ന് നനച്ചാൽ പിന്നെ താങ്ങത്തില്ല യൂറോപ്യൻ യൂണിയൻ എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ കൂടിയാണ് പുടിൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. പുടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് മുന്നിലുള്ളത്. ഇറാനെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഇറാൻ തിരിച്ചടി കൊടുക്കുമ്പോൾ റഷ്യ പരോക്ഷമായ പിന്തുണയായിരുന്നു ഇതുവരെ നൽകിയതെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി നേരിട്ട് കളത്തിലിറങ്ങാനാണ് തുനിയുന്നതെങ്കിൽ റഷ്യ അവർക്ക് കൃത്യമായി ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ കടന്നാക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ ഒരൊറ്റ ടീമായി നിന്നുകൊണ്ട് നിങ്ങളെ മുഴുവൻ കൃത്യമായി പ്രതിരോധിക്കുമെന്ന ഒരു സന്ദേശം കൂടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനം വളരെ വലുതാണ്. 9 കോടിയിലേറെ ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യത്തെ, 16 ലക്ഷം സ്ക്വയർ കിലോമീറ്ററുള്ള ആ രാജ്യത്തെ വിണ്ണീറാക്കി കളയാമെന്നായിരുന്നു യുദ്ധക്കൊതിയനായ ബെഞ്ചമിൻ നെതന്യാഹു വിചാരിച്ചത്. 25,000 സ്ക്വയർ കിലോമീറ്റർ വീതിയുള്ള 90 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഇസ്രയേലുകാർ ലോകം മുഴുവൻ ഭരിച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ജനതയെ മുഴുവൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇത്രയും നാളും യുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗാസയെ ആക്രമിച്ചു, ഫലസ്തീനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പരിപൂർണമായി തങ്ങൾ വിജയിച്ചു എന്ന് ഇസ്രയേൽ വിജയാഹ്വാനം നടത്തി. ഒടുവിൽ പലിശ സഹിതം കണക്ക് തീർത്തിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ സൈനികർക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഗാസയും, അതുപോലെ തന്നെ ഫലസ്തീനിലുള്ളവരും കൃത്യമായി നന്ദി പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഹിസ്ബുള്ളയും കൃത്യമായി പറയുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ ഇറങ്ങും. ഏത് രീതിയിലാണോ ഇസ്രയേലിനെ പ്രതിരോധിക്കേണ്ടത് ആ കാര്യത്തിൽ ഞങ്ങൾ ഇറാനോടൊപ്പമാണ് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു.